ഗുരുതരമായ പീഡന പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാർട്ടി നടപടി വൈകുന്നതോടെ കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപി ഒറ്റപ്പെടുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നതുവരെ നടപടി വേണ്ടെന്ന കെപിസിസി നിലപാടിന് പിന്നിൽ ഷാഫി എന്നാണ് വിമർശനം. പരാതികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗരവമായി എടുത്തില്ല എന്ന എം.എ. ഷഹനാസിന്റെ പരാതിയോടെ ഷാഫി പറമ്പിലിന്റെ രാഹുൽ അനുകൂല സമീപനം തുറന്നു കാട്ടപ്പെടുന്നുമുണ്ട്. ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ ഉയർന്നു വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള തീരുമാനം മുൻകൂർ ജാമ്യത്തിൽ ഉത്തരവ് വന്ന ശേഷം മതിയെന്നാണ് കെപിസിസി നേതൃത്വത്തിന്റെ ഉറച്ച നിലപാട്. ഹൈക്കമാൻഡ് നടപടിക്ക് പച്ചക്കൊടി വീശിയിട്ടും പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാക്കളും നടപടി ആവശ്യപ്പെട്ടിട്ടും കെപിസിസി നേതൃത്വത്തിന് കുലുക്കമൊന്നുമില്ല. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന 25-ൽ പരം നേതാക്കന്മാരുമായി ഞാനും പ്രതിപക്ഷ നേതാവും ടെലഫോണിലൂടെ ആശയവിനിമയം നടത്തിയിട്ടാണ്. കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് അനുമതിയോടുകൂടി മാത്രമേ എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. മുതിർന്ന നേതാക്കന്മാരുമായി AICCയുമായും ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കും. മുൻകൂർ ജാമ്യത്തിൽ ഉത്തരവ് വന്ന ശേഷം നടപടി മതി എന്നത് വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ച നിലപാടാണ്. മറ്റു നേതാക്കൾ ഷാഫിക്ക് വഴങ്ങിയെന്നും നേതൃത്വം ഷാഫിയുടെ പിടിയിലാണെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ വിമർശനം. രാഹുലിന്റെ തെറ്റായ ചെയ്തികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഗൗരവമായി എടുത്തിരുന്ന ആക്ഷേപവും ഷാഫി പറമ്പിലിനെതിരെ ഉയരുന്നുണ്ട്. ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പരാതി നൽകിയപ്പോഴാണ് സത്യത്തിൽ ഞാൻ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം അതിനൊക്കെ ഒരു കാരണക്കാരൻ കൂടി ശ്രീ ഷാഫി പറമ്പിൽ MP ആവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. കാരണം ഇതൊന്നും അദ്ദേഹത്തിന് അറിയാതെയില്ല എന്നുള്ള തോന്നൽ കൊണ്ട് തന്നെയാണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായത്. ഷാഫി പറമ്പിലിനെ കുറിച്ച് പരാതി ഉന്നയിച്ചതിന് പിന്നാലെ M.A. ഷഹനാസിനെ സംസ്കാര സാഹിതിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി. ഇതും ഷാഫിയുടെ ഇടപെടലാണെന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്നുയരുന്ന ആക്ഷേപം. വിമർശനമുണ്ടെങ്കിലും സംഘടിതമായ സൈബർ ആക്രമണം ഭയന്ന് പലരും പരസ്യമായി രംഗത്ത് വരാൻ മടിക്കുകയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.